ഹലോ കൂട്ടുകാരെ, ഞങ്ങളുടെ പുതിയ യാത്രാ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് തമിഴ്നാട് സ്റ്റേറ്റിലെ നാഗർകോവിൽ എന്ന സ്ഥലത്തോട്ടാണ്. കുറച്ച് സാധനങ്ങളും വാങ്ങണം, അവിടുത്തെ ഹോൾസെയിൽ മാർക്കറ്റും വിസിറ്റ് ചെയ്യണം. അത്രയേ ഉള്ളൂ ഇന്നത്തെ യാത്രാ ഉദ്ദേശം. അതിനായി നമ്മൾ വിതുരയിൽ നിന്നും അതിരാവിലെ തന്നെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിലെത്തി. ഏകദേശം 2 മണിക്കൂറോളം ബസ്സിലിരിക്കണം. ഒരു ചായ കുടിച്ചിട്ടാവാം യാത്ര എന്ന് കരുതി ഒരു ചായയും കുടിച്ച് അടുത്ത് കണ്ട ബസ്സിൽ കയറി നമ്മൾ നാഗർകോവിലോട്ട് യാത്ര തുടങ്ങി. ശനിയാഴ്ച ആയതുകൊണ്ടാവാം ബസ്സിനുള്ളിൽ നല്ല തിരക്കുണ്ടായിരുന്നു. എന്നാലും നമുക്കിരിക്കാനുള്ള സീറ്റ് കിട്ടി. യാത്ര നല്ല രസകരമായിരുന്നു. പ്രത്യേകിച്ച് തമിഴ്നാട്ടിലോട്ടുള്ള നല്ല പച്ചപ്പാണ്. ഇരുവശത്തും മലകളും കുന്നുകളും ഒക്കെ നിറഞ്ഞതാണ് തമിഴ്നാടിൻ്റെ റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി കാണുന്നത്. അങ്ങനെ നമ്മൾ നാഗർകോവിൽ ബസ് സ്റ്റാൻഡിലെത്തി. ഇനിയുള്ള യാത്ര എന്തെങ്കിലും കഴിച്ചിട്ടാവാം എന്ന് നമ്മൾ തീരുമാനിച്ചു. നമുക്ക് പോകേണ്ടത് കോട്ടാർ എന്ന സ്ഥലത്തോട്ടാണ്. അവിടെയാണ് പലവ്യഞ്ജന സാധനങ്ങളുടെയൊക്കെ മൊത്ത വ്യാപാരം, ഹോൾസെയിൽ വ്യാപാരമൊക്കെ നടക്കുന്ന സ്ഥലം. ഇവിടെയുള്ള 90% കടകളും രാവിലെ 10 മണിക്ക് ശേഷമേ ഓപ്പൺ ആകത്തുള്ളൂ. ഹോട്ടലുകൾ രാവിലെ തുറക്കുമെന്നൊരു ചേട്ടൻ പറഞ്ഞത് കേട്ട് നമ്മൾ മുന്നോട്ട് നടന്നു നമ്മളങ്ങനെ ഒരു ആര്യ ഹോട്ടലിൻ്റെ മുന്നിലെത്തി. പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടലാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, അവിടെ തന്നെ കയറി കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ കടയ്ക്കുള്ളിലോട്ട് കയറി. കടയുടെ മുൻവശത്തായിട്ട് ഒരു വെള്ള ബോർഡിൽ അന്നേ ദിവസത്തെ സ്പെഷ്യൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. തമിഴിലായതുകൊണ്ടാവാം ഒന്നും മനസ്സിലായില്ല. എന്നാലും ഭക്തിയിൽ ആറാടി നിൽക്കുന്ന എൻ്റെ പ്രിയതമയും വിളിച്ച് നേരെ ടേബിളിൽ പോയിരുന്നു. നമ്മളിന്ന് കഴിക്കാനായി ഓർഡർ ചെയ്തത് പൂരിയാണ്. 2 സെറ്റ് പൂരിക്കായി ഓർഡർ ചെയ്തു. വെയിറ്റർ പൂരി കൊണ്ടുവന്നു. അതിനൊപ്പം വടയും ഉണ്ടായിരുന്നു. 3-4 ഐറ്റം ചമ്മന്തിയും കിഴങ്ങ് കറിയൊക്കെ ആയിട്ടാണ് ഒരു സെറ്റിലായിട്ട് കൊണ്ടുവന്നത്. ആ പ്ലേറ്റിനുള്ളിൽ വെച്ചിരിക്കുന്ന വാഴയിലയും അതിന് മുകളിലായി പൂരിയും കറിയും വടയും ഒക്കെ ചേർന്നപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനിയും വെച്ചുകൊണ്ടിരുന്നാൽ ഒരുപാട് ലേറ്റാവുമെന്ന് വിചാരിച്ച് പെട്ടെന്ന് കഴിച്ചു തീർത്തു. നല്ല ഫുഡായിരുന്നു നമുക്ക് കിട്ടിയത്. അതിൻ്റെ ഇടയിൽ ഒരു ചായയ്ക്കും പറഞ്ഞു. നല്ല ചായയുമാണ്. ഞാൻ അവളോട് ചോദിച്ചു ചായ എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു ചായ സൂപ്പറാണെന്ന്. ചായ മാത്രമല്ല, ആ പൂരിയുടെ കൂടെ കിട്ടിയ ഉഴുന്നുവടയും 2-3 ഐറ്റം ചമ്മന്തിയൊക്കെ ചേർത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു. എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. ഞാൻ അവളുടെ ചോദിച്ചു, അവൾക്കും ഇഷ്ടപ്പെട്ടു. വിശപ്പ് കൂടുതലുള്ളതുകൊണ്ടാവാം പെട്ടെന്ന് തന്നെ പ്ലേറ്റ് കാലിയായി. അപ്പോൾ തന്നെ വെയിറ്റർ ബില്ലും കൊണ്ടുവന്നു. നമ്മൾ 2 പേരും കഴിച്ചതിന് 270 രൂപയായി. കുഴപ്പമില്ല, സാധാരണക്കാർക്ക് താങ്ങാൻ പറ്റിയ റേറ്റ് തന്നെയാണ്. ഹോട്ടലിലെ ബില്ലും കൊടുത്ത് പുറത്തിറങ്ങി നമ്മൾ ആദ്യം കണ്ടത് ലെഗിൻസും ഷോളും ഒക്കെ പുറത്ത് ഫുട്പാത്തിൽ കച്ചവടം ചെയ്യുന്ന ഒരു രാജസ്ഥാനി ചേട്ടനെയാണ്. ചേട്ടൻ്റെ കൂടെ ആ പാൻറ്റിൻ്റെ വില അവൾ ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു 100 രൂപയാണെന്ന്. കൊള്ളാം, നല്ല തുണിയെന്ന് അവൾ പറഞ്ഞു. എന്നാൽ തിരിച്ചു വരുമ്പോൾ വാങ്ങാമെന്ന് വിചാരിച്ച് നമ്മൾ യാത്ര തുടങ്ങി. നമ്മളിനി പോകുന്നത് കോട്ടാറിലുള്ള പലവ്യഞ്ജന സാധനങ്ങൾ